ഗേൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമില് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കൂടെ എന്നെ ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കാം. ഇനി അടുത്ത കൊഞ്ച സമയം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് രണ്ട് ആക്ടിവിറ്റിയാണ്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും വൃത്തിയായിട്ടൊന്ന് വായിക്കുക. എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അത് നോക്കുക. നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഒരു അലുമിനിയം ക്യാൻ എടുത്ത്, അതായത് ഒരു പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള ഒക്കെ പോലത്തെ ചെറിയൊരു അലുമിനിയം ക്യാൻ എടുത്തു വിചാരിക്കാം. അതിലെന്ത് ചെയ്ത് ചൂടുവെള്ളം നിറച്ചൊഴിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാത്ത ചൂടുവെള്ളമൊക്കെ എടുത്ത് കളയുക. ക്യാൻ എന്ത് ചെയ്യുക, അടച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് താഴ്ത്തുന്നു. എന്ത് നിരീക്ഷിക്കുന്നതാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു എന്ത് ചെയ്തു, ചെറിയ ഒരു അലുമിനിയം ക്യാൻ എന്ത് ചെയ്തു, അത് ഞെളിഞ്ഞിട്ട് ആകെ കേടുന്നതാണ് അല്ലെ. തണുത്ത വെള്ളത്തിലേക്ക് താഴ്ത്തിയപ്പോ ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ അറിയാം. സാറേ, അവിടെ അന്തരീക്ഷ മർദ്ദം ഉള്ളത് കൊണ്ടല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാനിൽ എന്ത് ചെയ്തു, ഒന്ന് ഓപ്പൺ ചെയ്തു വിചാരിക്കുക. എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഇങ്ങനെ നിറച്ചൊഴിച്ചു വിചാരിക്കുക. അങ്ങനെ ചൂടുവെള്ളം നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് ചൂടാവും അല്ലെ. അങ്ങനെ ചൂടാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കൈനെ കൊണ്ട് പിടിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളൊരു പ്ലക്കറൊക്കെ ഉപയോഗിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ആ ചൂടുവെള്ളം പെട്ടെന്ന് അതൊക്കെ കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് അടച്ചു വെക്കാം. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത്, ഇങ്ങനെ ചൂടുവെള്ളം ഇതിലെടുക്കുന്ന സമയത്ത്, എന്നിട്ട് അത് പുറത്തേക്ക് ഒഴിച്ചതിന് ശേഷം അത് പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാല് ഇത് ഓൾറെഡി ഇത് ചൂടായിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള വായുവിന്റെ അളവൊക്കെ എന്ത് ചെയ്യും, കുറയും. അതായത് ചൂടെല്ലാം എടുത്തിട്ട് നമ്മളിങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാല് ആ ക്യാന് ചൂടായിട്ട് നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനുള്ള വായു ഒക്കെ ചൂട് പിടിച്ചിട്ട് അത് മുകളിലേക്ക് പെട്ടെന്ന് ഉയർന്ന് പെട്ടെന്ന് അതിനകത്ത് എയർ ഒക്കെ കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് അടയ്ക്കുന്നു. അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നേരിയ തോതിൽ എന്തുണ്ടാവും, കുറേശ്ശെ വായു അല്ലെങ്കിൽ ചെറിയ ബാഷ്പം പോലെ അതിനകത്ത് ഉണ്ടായിരിക്കും. നമുക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ നേരെ തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് താഴ്ത്തുന്ന സമയത്ത് അതിനുള്ളിലുള്ള ചൂട് പിടിച്ച കുറഞ്ഞ വായു ഉണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ ചെറിയ തോതിലെ നീരാവി പോലെ ഉണ്ടായിരിക്കില്ലേ, അത് പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, വെള്ളമായിട്ട് മാറും. വെള്ളമായിട്ട് മാറുന്നതോട് കൂടി ഇത് കംപ്ലീറ്റ് എന്താവും, വാക്വമായിട്ട് മാറും, ശൂന്യമായിട്ട് മാറും. അങ്ങനെ ശൂന്യമായിട്ട് മാറുന്ന സമയത്ത് എന്താ സംഭവിക്കുക, വായുവിന് ഇത്രയും ഭാഗം ഒഴിച്ചിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇപ്പുറത്തെ ഭാഗത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും, വായു വന്ന് തിക്കി കയറാൻ ശ്രമിക്കും. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ എന്ത് ചെയ്യുന്നു, ഞെളിഞ്ഞിട്ട് മാറുന്നു. അപ്പോ അന്തരീക്ഷ മർദ്ദമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ചൂടുവെള്ളം എടുക്കാൻ കാരണം, ആ ചൂടുവെള്ളം പെട്ടെന്ന് ഒഴിവാക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള വായുവൊക്കെ ചൂട് പിടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ അതിനകത്തുള്ള വായുവിന്റെ അളവ് വളരെ കുറവായിരിക്കും. പിന്നീട് അടച്ചതിന് ശേഷം നിങ്ങൾ തണുത്ത വെള്ളത്തിലേക്ക് താഴ്ത്തുന്ന സമയത്ത് അതിനുള്ള കുറഞ്ഞ വായുവൊക്കെ തണുത്തിട്ട് എന്ത് ചെയ്യുന്നു, അത് സാന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് ദ്രാവകമായി മാറുന്നു. അപ്പൊ അതിനകത്തുള്ള എയർ കുറയുന്നു. അപ്പൊ പുറം ഭാഗത്തുള്ള വായുവൊക്കെ വന്ന് ഇടിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞെങ്കിലും സിമ്പിൾ ആയിട്ട് ഇതെന്താണ്, ക്യാൻ തണുക്കുമ്പോൾ, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു അലുമിനിയം ക്യാൻ തണുക്കുമ്പോൾ അതിനുള്ളിലുള്ള മർദ്ദം കുറയുകയും പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്താൽ അത് ഞെരുങ്ങുകയും ചെയ്യുന്നു. കണ്ടില്ലേ? വെൻ ക്യാൻ കൂൾ ഡൗൺ ദ പ്രഷർ ഇൻസൈഡ് ദ ക്യാൻ ഡിക്രീസ്. എന്ത് ചെയ്യുന്നു, ദ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ ഈസ് സ്ട്രോങ്. എന്ത് ചെയ്യുന്നു, അതിന്റെ ക്രഷ് അല്ലെ, അത് ഇടിച്ചാട് ഞെളിങ്ങി താഴുന്നു. ഇതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റി ക്ലിയർ ആണല്ലോ, ആർക്കൊരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടുമില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി, ഇതാ മർദ്ദസന്തുലനം, പ്രഷർ ബാലൻസുമായി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ പരീക്ഷയ്ക്ക് വരും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ആ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു കാൻഡിൽ, ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തൊരു ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നു. രണ്ടാം ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും വ്യത്യാസം ഇതിനകത്ത് തോന്നുന്നുണ്ടോ? ഒന്ന് പറഞ്ഞങ്ങള്. എന്താണ്, രണ്ടാം ചിത്രത്തിൽ ഈ മെഴുകുതിരി കെട്ടു അല്ലെ, അത് ഓഫായി കെട്ടു. അതോടുകൂടി ഈ പാത്രത്തിലുള്ള എല്ലാ വെള്ളം എന്ത് ചെയ്തു, ഈ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പൊ ഈ ഗ്ലാസിന്റെ ഉള്ളിലെ ആദ്യത്തെ വാട്ടർ നിരപ്പ് അല്ലെ, വാട്ടർ ലെവൽ അതാണ്. പിന്നെ വെള്ളത്തിന്റെ ഹൈറ്റ് ഇത്ര കൂടി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതായത് ഒന്നുമില്ല, ഞാൻ ഒരു പാത്രം എടുത്തു. ഈ പാത്രത്തില് എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുത്തു. ഒരു മെഴുകുതിരി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ കത്തിച്ചു വെച്ചു.
ഒരു ഗ്ലാസ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങോട്ട് കമഴ്ത്തി വെക്കുന്ന സമയത്ത് ഇതിനുള്ള വായു കുറയുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? മെഴുകുതിരി കെടുന്നു അല്ലെ? മെഴുകുതിരി കെട്ടു. അപ്പൊ ഇതിനകത്ത് എയർ വളരെ കുറവാണ്, അതായത് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള അന്തരീക്ഷ മർദ്ദത്താൽ, പുറമേയുള്ള ആ അന്തരീക്ഷ മർദ്ദത്താൽ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഇതിനുള്ളിലേക്ക് കയറി വരുന്നു. അതാണ് നമ്മളെ ഈ ഒരു ചിത്രത്തിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്: മെഴുകുതിരി നാളത്തിന് എന്ത് സംഭവിക്കുന്നു? മെഴുകുതിരി നാളം എന്ത് ചെയ്യുന്നു? കെടുന്നു എന്ന് ഓർത്തിരിക്കാം. ഗ്ലാസിനുള്ള വായുമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നത്? ഗ്ലാസിനുള്ള വായുമർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് ഓർത്തിരിക്കാം. ഗ്ലാസ്സിലുള്ള ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? ഗ്ലാസ്സിലുള്ള വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഞാനിത് അവിടെ ആൻസർ കറക്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും. അപ്പൊ ഇങ്ങനെ ഈ ചാപ്റ്ററിലെ, അതായത് പ്രഷർ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ഏരിയ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആക്ടിവിറ്റിയാണ്, 2 ചോദ്യങ്ങളായിട്ട് നമ്മൾ ചെയ്തത്. ഈ 2 ചോദ്യം പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നു. കൂടാതെ നമ്മൾ ഓരോ ലൈവ് ക്ലാസ്സുകളും, ഓരോ കോണ്ടന്റ് വീഡിയോയും, അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണണം. വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണ്ടേ? ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാവർക്കും GBU ഒരു ഹാർട്ട്.